കഴിഞ്ഞ ആഴ്ചയിൽ ദൈവവചനം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ള വിഷയത്തെ കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിപ്പാൻ ഇടയായിരുന്നത്. Last week we heard about what does the Holy Spirit do in our lives. ഇന്ന് പകൽക്കാലം ഒരു വിഷയം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ ഞാൻ കർത്താവിനെ ശരണപ്പെടുന്നു. This morning I would like to say one more thing in continuity with that. 2 തിമോഥെയോസ് 1-ാം അധ്യായം 7-ാം വാക്യം. 2 Timothy chapter 1 verses 7. ജീവിതത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയല്ലേ ദൈവം. ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ ആത്മാവിനെ അത്ര നിങ്ങൾ പകർന്നിരിക്കുന്നത്. See a great encouragement from God in this verse that He did not give us a spirit of timidity, but a spirit of power, love, and self-discipline. പരിശുദ്ധാത്മാവ് ശക്തി പകരുന്നതാണ്. And the Spirit of the Lord empowers one. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമ്മളെ പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തികളെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. As you examine the Acts of the Apostles, you see the different works that have been done by the Holy Spirit. പരിശുദ്ധാത്മാവ് അനേക വിഷയങ്ങളെ ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. We see the several miracles that were performed as a result of the Holy Spirit. എന്റെ കഴിഞ്ഞ നാളത്തെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവ് അനേക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. In my ministry, I have seen many things that the Holy Spirit did. അനേക എപ്പോഴും ഓർക്കുന്ന ഒത്തിരി സംഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. There are many instances that come to my memory. പ്രത്യേകമായി ഞാൻ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. Let me share with you one such particular instance. ഞാൻ 92-ല് കണ്ണാട്ടുമുടി എന്ന് പറയുന്ന മാവേലിക്കരയില് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത്, And when I was in 1992, when I was ministering in India, ഒരു ദിവസം സാറ്റർഡേ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ ഒരു ആക്സിഡന്റ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയായിരുന്നു. as I was traveling on my bike back towards my house after the worship, I was faced with an accident. ഏകദേശം 10 മണിക്കാണ്. It happened about 10 o'clock. ഞാനൊരു ട്രെയിനിങ് തിരിഞ്ഞു വന്നപ്പോൾ ഒരു പട്ടി കുറുകെ ചാടി ആ പട്ടിയെ ഇടിച്ച് ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. And what happened was that as I came towards the curve, there was a dog that leapt in front of me, and I hit the dog and fell down. ബൈക്കിൽ യാത്ര ചെയ്തിട്ട് അറിയാം, അങ്ങനെ ഒരു ആക്സിഡന്റ് ആയ ഭയങ്കര മരണം വരെ സംഭവിച്ച അനേക കേസുകളുണ്ട്. Those who have traveled on a bike, you know that that accident is not a good one, and many people have lost their life as a result. എന്നാൽ ദൈവകൃപയാൽ എനിക്ക് അങ്ങനെയുള്ള അനർത്ഥങ്ങളൊന്നും സംഭവിച്ചില്ല. But by the grace of God, God kept me safe that night. എന്നാൽ എന്റെ കാലിന്റെ അകവശം വെള്ള നല്ലവണ്ണം മുറിഞ്ഞ് ഏകദേശം 8 സ്റ്റിച്ചോളം ഉണ്ടാകുന്നതിനിടയായിത്തീർന്നു. But the bottom side of my leg, I had to endure a lot of stitches as a result of the wound I had. അവിടെ കൂടി ആൾക്കാർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ സ്റ്റിച്ചിട്ടു. ചില ദിവസങ്ങൾ ഞാൻ വേദനയോടെ ആയിരുന്ന സന്ദർഭങ്ങളുണ്ട്. There are many people who took me to the hospital, and I was there with great pain for several days. ഞാൻ പറയാൻ വരുന്ന വിഷയം, അതിന്റെ അടുത്ത ആഴ്ചയിൽ എന്റെ ചർച്ച 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നേരത്തെ ക്രമീകരിച്ചിരുന്നു. And I have already planned for and was praying for a fasting prayer in the next few days prior to this accident. ഈ ആക്സിഡന്റ് ഉണ്ടായെങ്കിലും അത് ക്യാൻസൽ ചെയ്തില്ല. And even though the accident happened, I did not cancel the meeting. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയായിട്ടുള്ള ഫാസ്റ്റിംഗ് പ്രയർ ആയിരുന്നു. It was a fasting prayer starting on Friday, ending on Sunday. എന്നെ ഒരു ബ്രദർ വീട്ടിൽ കടന്നു വന്ന് വിളിച്ചോണ്ട് പോകുമായിരുന്നു. And there was a brother who takes me to his house. ഈ സമയത്ത് എന്റെ കാല് ക്യൂറാകുന്നതിന് പകരം ഒത്തിരി വ്യവസായി പഴുത്ത ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. My leg at this time, instead of being healing very quickly, it used to get worse. കാല് നിലത്ത് കുത്തുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു. I came to a point in my life where I could not stand. I was in so much pain. എങ്കിൽ തന്നെയും ഞാൻ മീറ്റിംഗിന് കടന്നുപോയി. Yet I still went to the meetings. ശനിയാഴ്ച പകല് ഞാൻ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ദൈവവചനം ശുശ്രൂഷിപ്പാനിടയായിത്തീർന്നു. And on Saturday I was sitting in a chair as I was ministering the word of God. ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച പകലും പാസ്റ്റർ എം.എ. ജോൺ എന്ന് പറയുന്ന ദേവദാസനെ കടന്നു വരാമെന്ന് പറഞ്ഞിരുന്നു. And
night meeting on Saturday and on the early meeting on Sunday, Pastor M.A. George said that he would come. എന്നാൽ ശനിയാഴ്ച വൈകിട്ട് ഫോൺ ചെയ്തു പറഞ്ഞു അദ്ദേഹം വരികയില്ല എന്ന്. But he called me on Saturday and said that he's not able to make it. ഞാൻ വളരെ ദൈവസന്നിധിയിൽ